വീട്ടിലുള്ള 1-2 കഷ്ണങ്ങൾ എടുത്തിട്ട് ഒരു ചെറിയൊരു സാമ്പാർ കുറേ കാലങ്ങൾക്ക് ശേഷം ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ക്യാരറ്റ് ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, ചെറിയ കഷ്ണം വെള്ളരിക്ക ഉണ്ടായിരുന്നു, അതെടുത്തിട്ടു. പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണമുണ്ട്. ഇതൊക്കെ തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് വെണ്ടക്കായും തക്കാളിയും മാറ്റി വെച്ചിട്ടുണ്ട്. പരിപ്പ് ഇതാ റെഡി ആയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ പരിപ്പ് എടുത്തിട്ട് ഇതാ സാമ്പാറിൽ ഇട്ടിട്ടുണ്ട്, വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതെന്തുണ്ടാവും നോക്കാം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് സാമ്പാർ ഉണ്ടാക്കണമെന്ന് അറിയില്ല. ഏത് പാക്കറ്റാണ് വാങ്ങണം, അതിൻ്റെ പുറകിൽ എന്താ എഴുതി അതേപോലെയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. ഇപ്പം ഞാൻ വാങ്ങിയ പാക്കറ്റ് ഈസ്റ്റേൺ ആണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്താ എഴുതിക്കണമെന്ന് നോക്കാം. പകുതി വേവായിട്ടുണ്ടോ തോന്നുന്നു. അപ്പോൾ നമുക്ക് വെണ്ടക്കായും തക്കാളി ഇടാം. എന്താ വെണ്ടക്കയും തക്കാളി ഇട്ടു. ഇതിൻ്റെ ഒന്നും അളവുകളൊന്നും ചോദിക്കരുത് എന്നോട്. ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടു, ഒരു 3 വെണ്ടക്കായ അത്ര ഇട്ടിരിക്കണം. ഞാനൊരു കഷ്ണം പുളി ഇട്ടു കേട്ടോ. അത് ഞാൻ മറന്നുപോയി. ചെറിയൊരു കഷ്ണം, ഏകദേശം പുളിയുടെ വെള്ളം ഒഴിക്കാനൊക്കെ പറഞ്ഞ് ഞാൻ പുളിയുടെ വെള്ളം ഒഴിച്ചില്ല. ഒരു പുളി എടുത്ത് അതിലേക്ക് ഇട്ടു. കൺഗ്രാലേഷൻസ്. കണ്ട പുളി ഞാൻ കാണിച്ചത് ഇതിലെവിടെയോ ഉണ്ട്. അത് കണ്ട ഇതേപോലത്തെ 2 കഷ്ണം. പിന്നെ ഇതിൽ ഒരു മഞ്ഞപ്പൊടി ഇടാനൊന്നും പറഞ്ഞില്ല. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ചെറിയൊരു ഒരു നുള്ളല്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ശരി, ഇത് വെന്തു തോന്നുന്നു. പിന്നെ ഇവർ പറയണത് കടുകൊക്കെ പൊട്ടിക്കാനാണ്. നോക്കാം. 4 ടേബിൾ സ്പൂൺ ഇതാണ് അതിൽ പറയുന്നത്, അളവനുസരിച്ചിട്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് സാമ്പാർ പൊടി ഇട്ടിരിക്കുന്നത്. പിന്നെ വറ്റൽമുളക്, കടുക്, ഇത് മാത്രമേ അതിലുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ മോനോട് ഒരു കറിവേപ്പില കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്നതിലിടും. ഇത് നേരെ ഇത് സാമ്പാറിലൊഴിക്കും. ഞാൻ ആ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കണ കൂട്ടത്തിൽ ഒരു 3 ചെറുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ചതച്ചിട്ട്. അത് പറയാൻ വിട്ടുപോയി. ഇതിന് സാമ്പാർ എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിന് സാമ്പാർ എന്നാണ് പറയാൻ ആഗ്രഹിക്കണം. നാളെ ഇഡ്ഡലി ഉണ്ടാക്കണം. ഇഡ്ഡലിയുടെ കൂടെ അതൊന്ന് കൂട്ടി നോക്കണം. ഇന്ന് രാത്രി കുറച്ച് കഴിഞ്ഞ് ചോറിൻ്റെ കൂടെ കൂട്ടി നോക്കണം. ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പിനി കുറച്ച് ഇട്ടിട്ടിടണം. ഓക്കെ, അപ്പോൾ ഇതാണ് പരിപാടി.